ഹലോ എവ്രിവൺ, മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എൻ്റെ ജോലി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. ഉള്ള വർക്കിനെ എപ്പോഴും ഇങ്ങനെ അൺഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി നോക്കി കാണുകയാണ്. അതുപോലെ ഉള്ള വർക്കിൽ അതുപോലെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകൾ, ഇൻ്റർവ്യൂവർ ശരിയല്ലായിരുന്നു, ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിരുന്നു, എനിക്കതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ആ സാഹചര്യത്തെ ഇങ്ങനെ പഴിചാരിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഇവൻച്വലി നമുക്ക് ആ ജോലി ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ പോലും നമ്മൾ അതിനെ കുറ്റം പറയാതെയും പരാതി പറയാതെയും അതിൽ കണ്ടെത്താൻ പറ്റുന്ന സന്തോഷം കണ്ടെത്തുകയും ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നമ്മൾ വർക്കിൽ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കുറ്റം പറയാതെയും പരാതി പറയാതെയും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിലേക്ക് നല്ല ജോലി എത്തുകയുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഉള്ള ജോലിയിൽ ഇങ്ങനെ പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആകർഷിക്കുന്ന ഒരു ജോലി നമ്മളിലേക്ക് എത്തിപ്പെടുകയില്ല. അങ്ങനെ എല്ലാ സമയവും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. ആ ചെയ്യുന്ന വർക്കിൽ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സ്ട്രെസ്സായിരിക്കും, നമ്മളെ ലൈഫ് സ്ട്രെസ്സായിരിക്കും. അത് നമ്മളെ മറ്റ് ഏരിയയിൽ, അതുപോലെ നമ്മളെ കരിയർ, അതുപോലെ റിലേഷൻഷിപ്പ്, മറ്റ് ഏരിയയിലും അത് നന്നായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുന്ന വർക്കിൽ അതെന്ത് വർക്കായിക്കോട്ടെ, വീട്ടുജോലി ചെയ്യുകയാണെങ്കിലും അത് സന്തോഷത്തോടു കൂടി അതിലുള്ള നന്മകളെ കണ്ടെത്തി നന്ദി പറയുന്ന ഒരാളാണ്, അതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി നിങ്ങളിലേക്ക് എത്തുകയും അതിൽ നിങ്ങൾക്ക് ലൈഫ് അടിപൊളിയാക്കി കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ്.